ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അത് ഒന്നിനും കുളിരാത്ത ചില മനുഷ്യരുണ്ടല്ലോ, അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്നിനും ഉപയോഗമില്ലെന്നും ഒന്നുകൊണ്ടും നമുക്ക് മനുഷ്യരാവുന്നവർക്ക് ഒരു ഉപയോഗമില്ലാത്ത കുറേ ജന്മങ്ങൾ എന്ന് പറഞ്ഞ് തള്ളുന്ന അവരെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മളെ ഈ ഇപ്പം അടുത്ത സമയത്ത് തന്നെ ഒരു ഓഫീസിൽ, ഒരു പാസ്പോർട്ട് ഓഫീസിലും കണ്ടാണെന്ന് തോന്നുന്നു, ഒരു വ്യക്തി പറഞ്ഞതാണ്, ഒരു ലേഡി പറഞ്ഞതാണ്. അവർ ബാത്റൂമിൽ പോയപ്പോഴത്തേക്ക് അവരെ ഈ കയ്യിലുള്ള വളയോ സ്വർണവും കണ്ടോ അതിനകത്ത് കൈ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ ആയിപ്പോയി. അങ്ങനെ ആ ക്ലോസറ്റിനകത്ത് ആയിപ്പോയി. അങ്ങനെ അത് അവർക്ക് പലരും പോകുന്നതായതുകൊണ്ട് അവർക്ക് പിന്നെ അത് കൈകൊണ്ട് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ അത് ബുദ്ധിമുട്ടുണ്ടായപ്പോഴത്തേക്ക് പിന്നെ അത് എങ്ങനെയെങ്കിലും ആ സാധനം എടുക്കണമല്ലോ. അങ്ങനെ അത് പുറത്ത് പറയുകയും അങ്ങനെ അതിന് വേണ്ട നടപടികളെടുത്ത് ഒരാളിനെ തപ്പിയടത്തി. അപ്പം ആർക്കും വേണ്ടാത്ത ഒരാളിനെ കണ്ടെത്തി. കാരണം ഒരു ഉപയോഗവും ഇല്ല എന്ന് കരുതിയ, ഒരു ഉപയോഗവും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടെത്തി. അദ്ദേഹം ഇത്തിരി മദ്യപാനിയും ഒരു ഉപയോഗവും ഇല്ലാത്ത കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു ഉപയോഗം. പക്ഷേ ആ മനുഷ്യൻ അത് ഉപകരിക്കപ്പെട്ടു. ആ മനുഷ്യൻ വരികയും ആ മനുഷ്യനോട് പറയുകയും ആ മനുഷ്യൻ അത് വരികയും വന്ന് കൈയിട്ട് ഈ സ്വർണം എടുക്കുകയും അദ്ദേഹത്തിന് അതിന് ആ എടുത്തതിൻ്റെ പേരിൽ കൊടുക്കുകയും ചെയ്തു. അപ്പം നമ്മൾ നിസ്സാരമായി കണക്കാക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടൊരു ഉപയോഗമില്ലാത്ത. പക്ഷേ അത് വാസ്തവമാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തന്നെ വേറെ ഒരു ഉപയോഗം ഉണ്ടായി. ഞാൻ ഈ ബൈക്കുമായിട്ട് ലൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് ചില ആൾക്കാർ അതിനകത്ത് വന്ന് കയറുമ്പോഴത്തേക്ക് എനിക്കതൊരു ശല്യമായി തോന്നി. കാരണം കൊണ്ടൊന്നും ഒരു ഉപയോഗവും ഇല്ലാത്തവന്മാർ എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കും. പക്ഷേ ഒരു ദിവസം വണ്ടി ഇറങ്ങിയതിന് ശേഷം അവൻ്റെ കയ്യിലൊരു കീസുണ്ടായിരുന്നു. ആ കീസിൽ നിന്നൊരു ചെടിയെടുത്ത് തന്നത്. ഒരു 5-6 ചെടികളുണ്ട്. ഇത് കാക്ക വെച്ചേക്ക് കൊണ്ടുപോയി നടി. ഇത് നമ്മളെ കല്ലിൻ്റെ അസുഖത്തിന് പറ്റിയതാണ് ഈ ചെടിയെന്ന് പറഞ്ഞു. ഞാൻ അതിനെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഞാനത് കളഞ്ഞിരുന്നെങ്കിലും അത് വീട്ടിൽ കൊണ്ടുപോയി അത് കൊടുക്കുകയും വീട്ടുകാരെടുത്ത് എന്നെ നടുകയും ചെയ്തു. അത് വളർന്ന് പന്തലിച്ചു. അത് വളർന്ന് പന്തലിച്ച് അത് ഈ അടുത്തിടയ്ക്ക് കണ്ടത് പന്നി കുത്തിയെന്ന് പറയപ്പെട്ടു. അപ്പം അത് ഞാൻ ഒരു ഉപയോഗവുമില്ലാത്ത ഒരാളാണ്, സമൂഹത്തിന് നമുക്ക് ഒന്നും പ്രയോജനം ചെയ്യാത്ത ആളാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അത് ഉപയോഗപ്പെട്ടു. അതുപോലെ പിന്നെ വേറൊരു വ്യക്തി ഇതുപോലെ തന്നെ, ഇതുപോലെ ഞാൻ വരുന്ന വഴിക്ക് ബൈക്ക് കാത്ത് നിൽക്കുകയും ഈ ബൈക്കിൻ്റെ മേളിൽ കയറുകയും ചെയ്യും. അപ്പോൾ ഇവനെ കൊണ്ടും ഒരു ഉപയോഗവും എനിക്കില്ല. ഇനി നാട്ടുകാരൊക്കെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അവന് വെള്ളമൊക്കെ അടിക്കാനും അതിനൊക്കെ ആയിട്ട് അവൻ എവിടെ വല്ല തൽക്കാല ജോലിക്ക് വന്ന് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഒരു ചട്ടമ്പി, കവലച്ചട്ടമ്പി. കവലച്ചട്ടമ്പി എന്ന് മാത്രമല്ല, ഒരു കുറഞ്ഞ ജാതിക്കാരൻ. അവനെ കൊണ്ടൊന്നും ഒരു ഉപയോഗവും നമുക്കില്ല എന്നാണ് എനിക്ക് എന്താണ് ഒരു ഉപയോഗം അവനെ കൊണ്ടുണ്ടാകുന്നത് എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അടുത്തതായിട്ടൊരു ഉപയോഗം ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിതുപോലെ ഈ ഒരു ദിവസം വേറെ സ്ഥലത്ത് ചെന്ന് എനിക്ക് ഒരു കടയിൽ ഇത്തിരി പൈസ കൊടുക്കാനുണ്ടായിരുന്നു. സാധനം പൈസ നേരത്തെ അത് കൊടുക്കാതെ പോയായിരുന്നു. അങ്ങനെ ആ പൈസ കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ ഈ ബൈക്ക് വെച്ചിരുന്ന റോഡിൻ്റെ ആ സൈഡിൽ ഒതുക്കിയാണ് അവിടെ വെച്ചിരുന്നത്. അപ്പോൾ അവിടെ ആട്ടോ സ്റ്റാൻഡ്. അപ്പോൾ ആട്ടോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരുത്തൻ ആട്ടോ അതിൻ്റെ ബാഗിൽ, അപ്പം കടയിലോട്ട് കയറാനും വരുത്തൻ ആട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എവിടെയാണ് വണ്ടി വെക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ചൂടായി എന്നോട്. ഞാൻ പിന്നെ അത് വഴക്കിന് പോകണ്ട എന്ന് വെച്ചും കൊണ്ട് ഈ സാധനം അങ്ങോട്ടെടുത്ത് ഈ വണ്ടി അങ്ങോട്ടെടുത്ത് മാറ്റി അങ്ങോട്ട് ഒന്നുകൂടെ വെച്ചു. അത് നീക്കി വെച്ച് ഇവിടെയാണോ വീണ്ടും വെക്കുന്നത് പറയുമ്പം വീണ്ടും ചൂടായി. ഒരു സാഹചര്യം മാനസിക ഒഴിവില്ല. അപ്പം വീണ്ടും അങ്ങ് ചൂടാവുകയാണ്. ഞാൻ വീണ്ടും അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഞാൻ ഇപ്പോൾ 1 മിനിറ്റ് ഈ പൈസ ഒന്ന് കൊടുത്താൽ മതി, കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മാറ്റിത്തരും, ഇപ്പോഴേ ഒതുക്കുള്ളത്. വീണ്ടും അവൻ എന്തൊക്കെയോ ഒരു വല്ലാത്ത രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും. അവൻ എന്നെ അറിയാം, എനിക്കും അവനെ അറിയാം. എങ്കിലും അവൻ ഒരു സൈസ് രീതിയിൽ ഏർപ്പെട്ടു. പക്ഷേ വീണ്ടും ഞാൻ അവനുടെ കയറി ഉടക്കാനായിട്ട് ഇന്നപ്പോഴത്തേക്ക് തന്നെ എന്തെടാന്ന് ചോദിച്ചും കൊണ്ട് ഞാൻ ഒരു ഉപയോഗമില്ല എന്ന് വിചാരിച്ച് ബൈക്കിൽ കൊണ്ടൊന്ന് ആക്കുമെന്ന് പറഞ്ഞില്ല. അവനെ എന്തെടാ മറിച്ചവനെന്ന് പറഞ്ഞിട്ട് അവൻ പച്ച ചീത്ത അവൻ വിളിക്കുള്ളൂ. അവനൊന്നും തിരിഞ്ഞു നോക്കാനും പിടിക്കാനുമില്ല. അത് കേട്ട് ഉമ്മാനെ അങ്ങ് ഒതുങ്ങി. കാരണം ആ സന്ദർഭം ഒന്നിനും ഉപയോഗമില്ല, നമുക്കെന്താണ് അവരെ കൊണ്ട് ഉപയോഗം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തോടാ മറ്റവനെ പറഞ്ഞ പച്ച ചീത്ത അവനെ അങ്ങ് വിളിച്ചു. കാരണം അവൻ്റെ ഒക്കെ ഉടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വേഗം വെട്ടും. വേഗമനൊന്നും തിരിഞ്ഞു നോക്കും, പെണ്ണും ഇല്ല, ഇവിടെ ഒന്നും തിരിഞ്ഞു നോക്കാനില്ല. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ അങ്ങ് ചെല്ലുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നിനും ഉപയോഗമില്ല എന്ന് വിചാരിച്ച
മനുഷ്യനാണ്. കാരണം കണ്ടോ, ഒരു ഉപയോഗം ആ സന്ദർഭത്തിൽ എനിക്ക് എത്തിച്ചേർന്നത് കണ്ടോ. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും നമുക്ക് ഉപയോഗപ്പെടുകയില്ല എന്ന് നമ്മൾ ഓരോന്നും ഇങ്ങനെ വിചാരിക്കും. നമുക്ക് എന്തിനാണ് ഉപയോഗപ്പെടുന്നത്? ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഈ നാട്ടിലും ഉപയോഗമില്ല, നാടിനും ഉപയോഗമില്ല, ഇവരെ കൊണ്ടൊന്നുമില്ല. പക്ഷേ അവരൊക്കെ ഈ ഭൂമിയിൽ പല പല രീതിയിലും ഉപയോഗങ്ങൾ പല രീതിയിലും ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ പക്ഷേ അതിനെ അറിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, എനിക്കൊരു അനുഭവം ഉണ്ടായതിനെക്കുറിച്ച് പറയാം. നമ്മളെ കൊണ്ട് ഇല്ലെങ്കിൽ എവനെ കൊണ്ട് ആ വ്യക്തിയെ കാണുമ്പോൾ ഇവനെ കൊണ്ട് എന്തൊരു ഉപയോഗമാണ്, അല്ലെങ്കിൽ എവനെ കൊണ്ട് എന്തരാണ് നമുക്ക് നേട്ടം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായി വരുന്നത് തന്നെ, നമുക്ക് വലിയ ഉപകാരികളായിട്ട് വരുന്നത് തന്നെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. കാരണം ഇത് എല്ലാവരെയും ജീവിതത്തിലൊരു പാഠത്തിന് വേണ്ടി മാത്രം. ശരിയെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ടൈം ഏരിയ.